അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഇരിക്കാട്ടോ. എന്താ ഇരിക്കും ഞാൻ ഇരിക്കുന്നുണ്ട് ടേബിളിന് ബെഞ്ചിനെ അങ്ങനത്തെ ഒന്ന് വണ്ടിയിൽ വേണം. അതിന് തണലൊക്കെ ഉള്ളിടത്ത് ഇട്ടുകാണ്ട് കറന്നു വന്നാണ് അല്ലേ സുഖം. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കമ്മി വണ്ടിയിലുള്ളത്. അപ്പോൾ ചിക്കൻ കറി റൊട്ടിക്കും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരും. ബീഫാണ് ഉദ്ദേശിച്ചത്. ബീഫ് കിട്ടിയില്ല, ചിക്കനുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിക്കനെങ്കിൽ ചിക്കൻ പക്ഷേ ഒന്നോട്ടെ ഇനി കാക്കാൻ നേരല്ല. സമയം എത്ര ചെയ്യുന്ന വെച്ചാൽ ഉച്ചഭക്ഷണം ഇതാ 3:30 മണി ഉച്ചഭക്ഷണം കഴിക്കണം. അപ്പോൾ 2 കൊമ്പന്മാർ നിൽക്കണൊക്കെ അവരൊക്കെ കൊമ്പില്ല. അരെ സോണിയ ആജാ ആജാ എന്നാ കഴിച്ചോ. അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം ഇങ്ങനെ കഴിച്ചു. നമ്മൾ കഴിച്ചാൽ നിർത്തിയപ്പോൾ നമ്മൾ ഒറ്റ വണ്ടിയുള്ളൂ. അപ്പോൾ 4 വണ്ടികൾ. ഇതെന്താ പേര്? കൃതിക എന്നൊക്കെ കേട്ടിക്കണം. കൃതിക ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ഇനി തുടരാം. ഹോസ്പെറ്റ് ഇന്റർനാഷണൽ ടെർമിനൽ. അപ്പുറത്ത് പാലത്തിനാണ് വെള്ളം ഇത് കടൽക്ക് നോക്കിയ മാതിരി അത്രയും വെള്ളം ഈ ഗ്ലാസ് നോക്കിയോണ്ട് കാണൂലേ. വെയിലോണ്ട് ഗ്ലാസ് പൊത്തിച്ചില്ല, അതുകൊണ്ട് കാണൂലേ. അത് വെള്ളം ചേട്ടാ, അണക്കെട്ടിൽ വെള്ളം ഇല്ല, കാലിയാണ് പറ്റിയേക്കണം. സേഫ് ജേർണി, ഹാപ്പി ജേർണി. അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ നാസിക്കിൽ നിന്ന് ഉള്ളിട്ടുള്ള ലോഡ് നമ്മളെ യാത്ര ഇതാ ഗുണ്ടൽപട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. സമയം 5:30 മണി പലച്ചക്ക്. ഇന്നലെ രാത്രി പലച്ചക്ക് 5:30 മണിക്ക് നമ്മൾ കർണാടകയിൽ കയറിയതാണ്. 24 മണിക്കൂറാണ് ഇപ്പോൾ നമ്മൾ കർണാടകയിൽ ഓടിയത്. ഇനി തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. മന്തിപ്പൂർ കാട്ടിൽ കയറണം. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി ഒരു 30 കിലോമീറ്റർ ഓടി ഗംഗാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഡീസൽ ഫുള്ളാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു 1066 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നമുക്ക് ഡീസലൊന്ന് ഫുള്ളാക്കി നോക്കാം, നമുക്ക് എത്ര മൈലേജ് കിട്ടി എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ നേരം അല്ലോ ഒട്ടാവേ കിട്ടണം ഉറങ്ങി വെച്ചിട്ട്. നേരം വെളുക്കാൻ നേരത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? നേരം വെളുക്കാനുള്ള നേരത്തെ എനിക്ക് എന്തെങ്കിലും പറയണ്ടോ ചോദിച്ചാൽ? അത് പോയിക്കാം, ബാത്റൂം പോകണം. രാവിലെ ബാത്റൂം പോകണം, അത് നിർബന്ധം. ആ വണ്ടിക്കാരൊക്കെ സൈഡാക്കി ഉറങ്ങണം. 6 മണിക്ക് ഫോറസ്റ്റ് തുറക്കും. അപ്പം ഇങ്ങനെ എല്ലാവരും നീങ്ങി തുറന്ന് പറഞ്ഞു വണ്ടികളിങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്.
അപ്പോൾ നമ്മളെ ലോഡിൽ ഒരു ചാക്ക് പുറത്തൊക്കെ ഇങ്ങനെ തള്ളിയിട്ടുണ്ട്. വേറെ ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഓക്കെ. ഈ ഉള്ളി ലോഡ് ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഇരുന്ന് വരും. കെട്ടൊക്കെ ഉണ്ട്, ഇനി ഇതിൽ കൂടുതൽ ഇനി വരില്ല, ലാസ്റ്റാണ്. അപ്പോൾ ഡീസലിട്ട് എന്ത് നോക്കട്ടെ. $309 ലിറ്റർ. ബൈപ്പാസിന് കണ്ട വണ്ടി നമ്മൾ എണ്ണ കടിച്ച് പോകുന്നത് അങ്ങനെ ഫോറസ്റ്റിലെത്താനാണ്. മംഗളം. അപ്പം ഞാൻ കുറച്ച് നേരം കണക്കണ്ട കുട്ടിയാ. അപ്പോൾ കൂടുതലൂടെ നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അതിനല്ലേ ഉള്ളൂ, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ബൾബാണ്, 2 ബൾബാണ്, ലൈറ്റ് ബൾബാണ്, ലൈറ്റ് ബൾബ് ഫിക്സ്. ഇനി ഓനങ്ങനെ കയറി പോകണേ കൊണ്ടിട്ടോ. നമ്മൾ ഒരിടത്ത് ഇങ്ങനെ എത്തുമ്പോൾ ഓ ആക്സിഡൻറ്റ് കൊടുക്കാഞ്ഞിട്ടാണ്. ബൈപ്പാസിൽ ഞാൻ ഇങ്ങനെ അവനെ പാസ് ചെയ്തെടുത്തോളം അങ്ങനെ ആക്സിഡൻറ്റ് കൊടുത്തോളം അങ്ങനെ പാഞ്ഞു പോവാം. മഹേന്ദ്ര പ്ലാസോ. അപ്പം നമ്മുടെ യാത്ര നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്, ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. CMM പട്ടയം കവല സംസ്ഥാനം. സമയം 5 മണിയാക്കി. അപ്പോൾ ഇനി പാർട്ടിക്കാർ വരട്ടെ, അതുവരെ നമുക്ക് കുറച്ച് സമയം വിശ്രമിക്കാം. അപ്പോൾ ആ പാർട്ടി വന്ന് കട തുറന്നു, നമ്മളെ പണി നമ്മൾ തീർത്തു, പായൊക്കെ കഴിച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ലോഡിങ് വരെ എത്തിയിട്ടില്ല കേട്ടോ. 6 മണിക്ക് വരാമെന്ന് പറഞ്ഞ സമയത്ത് 7 മണിയായി, ഇതുവരെ എത്തിയിട്ടില്ല. നേരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, നേരെ വരണം. പട്ടയം കവല എന്നാണ് സ്ഥലം, തൊടുപുഴ. പിന്നെ ലോഡിങ് വരെ വരട്ടെ, ബാക്കി വന്നതിന് ശേഷം. അപ്പോൾ അതാ നമ്മളെ യൂണിയൻകാരൊക്കെ എത്തി, നമ്മളെ ലോഡിങ് അൺലോഡ് ആക്കൽ തുടങ്ങിയിട്ടുണ്ട്. വണ്ടി ഒന്നും കൂടി ഗോഡൗണിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ 2 വണ്ടി ഉണ്ട് ഇവിടെ. ഇവർക്ക് ലോഡ് മാറ്റി കയറ്റി കൊണ്ടുള്ള വണ്ടികളായിരിക്കും. ഫുള്ള് ഇലക്ട്രിക്കലിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ബിൽഡിങ്ങിന് ചുറ്റുഭാഗം ലൈനാണ്. ഉണ്ട് അവിടെ ഒരു വണ്ടിയുണ്ട്, നമ്മുടെ വണ്ടീൻ്റെ മുമ്പിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ അതാ ഫുള്ള് ഇലക്ഷൻ പ്രചാരണമാണ് ഫുള്ളായിട്ട്. എത്ര സമയം കൊണ്ട് തീരുന്നോ അറിയില്ല കേട്ടോ. വൈകുന്നേരം ആവോ ഉച്ചയ്ക്ക് മുമ്പ് തീരുമോ ഒന്നും അറിയില്ല. അഫീസ, കനാലിലിറങ്ങി ഒന്ന് കുളിച്ചാലോ? കനാലിലിറങ്ങി കുളിച്ചാലോ ചോദിക്കോ? ഫുള്ള് പൊന്തം കാടാ. വല്ല രാജവമ്പാലി ഉണ്ടാവും. കാർമൂയം ഫോറസ്റ്റാ. രാജവമ്പാല ഉണ്ടാവും, രാജവമ്പാല. ആ പിന്നല്ല, ഇപ്പം തന്നെ പറഞ്ഞോ. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. അപ്പം നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് തിരിച്ച് പെരുമ്പാവൂരിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗ്ലോബൽ പാർക്കിങ്ങിൽ നിർത്താം, ഗ്യാപ്പ് ഉണ്ടോ നോക്കാം. വട്ടക്കാട്ട് വഴി ഹൗസ്ഫുള്ളിന് ബോർഡൊക്കെ വെച്ചിരിക്കണം. ഗേറ്റ് അടച്ചിട്ടില്ല, ചേരൂല.
കച്ചിട്ടാണ് കയറിപ്പോ ആ ഒറ്റ കജ്ജം കാലൊക്കെ ഇട്ടിക്കണം. കജ്ജം കാലൊക്കെ ഇട്ടിക്കണം. എന്താ കയ്യും കൊണ്ട് പോകും ചിലപ്പോൾ. വലിയ വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ ഗ്ലോബൽ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ വണ്ടികളുണ്ടാണോ? ഇനിയിപ്പോൾ അടുത്ത ലോഡ് എന്താ സെറ്റ് ആവുമെന്നാവും. വെയിലില്ലല്ലോ. ഏ വെയിൽ വളരെ കുറവാണ്. ഒരു വെയിലോ? വെയിലില്ല. രാത്രി കാലങ്ങൾ മോഷണം ഒഴിവായിട്ടുണ്ട്. പിന്നെ അവനാൻ്റെ ഉത്തരവാദിത്വത്തിൽ വണ്ടി നിർത്തുക അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒതുക്കൂ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ആ വണ്ടി ഓഫ് ചെയ്തോളൂ. വണ്ടി ഓഫ് ചെയ്തോളൂ. വണ്ടി കുറവാണ്. എന്തെങ്കിലുമൊക്കെ ലോഡാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ലോഡ് കൂടി നമ്മൾ പ്ലൈവുഡ് പോകേണ്ടി വരും. വേറെ എന്തെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും പോകട്ടോ. നോക്കാം ഏതായാലും. അപ്പോൾ ഗ്ലോബൽ പാർക്കിങ്ങിൽ വെയിറ്റിങ്ങിലാണ്. ലോഡൊക്കെ വളരെ മോശമാണ്. പണിക്കാരില്ല. അപ്പം ഞാൻ എന്തൊരു ലോഡ് സെറ്റാക്കണം. അപ്പോൾ നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നൊന്നും ഇനി ആവില്ല. നാളേക്കൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത ലോഡും അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക, അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.